Praise the Lord. I express my gladness and gratitude before God, especially for these 2 days which the Lord has given to be with you, especially to minister from thy word. ദൈവവചനത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞ ഇന്നലെയും ഇന്നും നമ്മുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I convey my thanks to the church, especially to the responsible people of the church also. സഭയോടുള്ള നന്ദിയെ ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. I know I used to do the ministries in my own place, Kerala, in my own language, Malayalam. But today, for this session, I am asked to do in this foreign language, or you will suffer with me. സാധാരണ മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. Only for this session. Next sessions I will do in Malayalam. ഈ സെഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത സെഷൻ മലയാളത്തിലായിരിക്കും. അത് സഹോദരന്മാർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുന്നതായിരിക്കും. Let's read a portion from the scripture from Colossians chapter 3 verses 1 to 4. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഏറ്റുമുതിച്ചിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. We know book of Colossians is one of the epistles written by Apostle Paul. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് നമുക്കറിയാം. Especially one of the prison epistles. ഇത് കാരാഗൃഹ ലേഖനത്തിൽ ഒന്നാണ്. In these epistles, in the epistles of Apostle Paul, we have many doctrinal teachings as well as the practical applications also. ഉപദേശപരമായ കാര്യങ്ങളും അതോടുപോലെ പ്രായോഗികമായ കാര്യങ്ങളും ഈ ലേഖനത്തിൽ ധാരാളമായിട്ടുണ്ട്. From Genesis to Revelation in the Bible, in all the pages of the Bible, we have the Lord Jesus Christ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിന്റെ ഓരോ പേജുകളിലും നമുക്ക് കർത്താവായ യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. But in Old Testament, we have some shadows, and when we come to the New Testament, there we have the reality of the Lord Jesus Christ. പഴയ നിയമത്തിൽ കർത്താവിന്റെ നിഴലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. When we come to the epistles, especially the writings of Apostle Paul, there we have the doctrinal teachings about the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശപരമായുള്ള പഠിപ്പിക്കലുകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. Especially this book of Colossians, there we have the teachings of the Christology. ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്, ക്രിസ്തു ആരാണ് എന്നുള്ള പഠിപ്പിക്കലാണ് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. The first 2 chapters, there we have the majesty or the supremacy of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചും ഔന്നത്യത്തെക്കുറിച്ചുമാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. Without these 2 chapters of the book of Colossians, there is no the teachings of Christology. ഈ 2 അധ്യായങ്ങൾ പഠിക്കാതെ ക്രിസ്തു തത്വശാസ്ത്രം എന്നുള്ള ആ കാര്യം നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. Mainly there we see that Christ is pictured as the head of the church. സഭയുടെ തലയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. And Christ is the creator, and Christ is the one who is seated at the right hand of God. All these things we can see in this epistle. കർത്താവായ യേശുക്രിസ്തു സൃഷ്ടാവായിട്ടും അതുപോലെ തന്നെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And then when we come to chapters 3 and 4 of the book of Colossians, we have the practical applications based on the doctrinal teachings. 3-4 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ മുൻപിൽ പറഞ്ഞ ഉപദേശപരമായ കാര്യങ്ങളുടെ പ്രായോഗികതയാണ് 3-4 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. In these 2 chapters 3 and 4, various aspects of our practical side is given and the applications also are given. 3-4 അധ്യായങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗികതയെക്കുറിച്ചും അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെക്കുറിച്ചും നാം വായിക്കുന്നു. And the first 4 verses of this chapter 3, there we have
some of our spiritual privileges in Christ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മീയമായിട്ടുള്ള നമ്മളുടെ പ്രിവിലേജിനെ കുറിച്ച് ആണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. In other books of the New Testament, especially in the other writings of Apostle Paul, we read that we are blessed with so many spiritual blessings. അപ്പോസ്തലനായ പൗലോസിന്റെ മറ്റുള്ള ലേഖനങ്ങളിൽ നാം വായിക്കുമ്പോൾ നമ്മെ സ്വർഗ്ഗത്തിലെ ധാരാളം ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ചിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. In the beginning of the book of Ephesians, there we read like this: we are blessed with all the spiritual blessings from heaven. എഫെസ്യ ലേഖനത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത് സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. We cannot count those blessings. നമുക്ക് ആ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. We cannot count them. We cannot number them. അത് എത്രയുണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടുവാൻ സാധ്യമല്ല. But in these 4 verses we can see 5 of those spiritual positions or the privileges we are enjoying with Christ. കർത്താവുമായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന 5 കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. The first one is in verse 3. There we read like this: for you died and your life is hidden with Christ in God. മൂന്നാം വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. So the first one is we are dead with Christ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. So that is one of our privilege, one of our positions in Christ. ക്രിസ്തുവിൽ നമ്മളുടെ സ്ഥാനത്തെ കുറിച്ചാണ് ഇത് കാണുന്നത്. Though we are living and sitting here in this hall, here this verse says that we are dead with Christ. നാം ഈ ഹോളിൽ ഇപ്പോൾ ഇരിക്കുന്നുവെങ്കിലും ഇവിടെ വചനം പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നാണ്. In Ephesians chapter 2, the first verses, there we read like this: എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: we were dead in trespasses and sins. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. But from there we are risen. That is what we read there. എന്നാൽ അവിടെ നിന്ന് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. That's our past. Once we were dead in trespasses and sins. അത് നമ്മളുടെ പഴയ കാലമാണ്. നാം പാപത്തിലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു. But even now the Bible says we are dead with Christ. എന്നാൽ ഇപ്പോഴും നാം ക്രിസ്തുവിൽ മരിച്ചവരാണ് എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. So what does that mean? അതിന്റെ അർത്ഥം എന്താണ്? We know and we believe that Christ died for us. നാം ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. And we accepted Jesus as our Savior because He died on the cross for our sins. നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമായി കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് നാം അത് നമ്മുടെ ഹൃദയത്തിൽ അവനെ സ്വീകരിച്ചിരിക്കുകയാണ്. So Christ Jesus, He died for our sins. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. And when we accepted that fact and received Jesus as the Savior, we also are dead with Christ to sin. അതായത് അത് നാം വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനോടുകൂടെ നാമും മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാപസംബന്ധമായി നാം മരിച്ചു. We are dead to sin. പാപസംബന്ധമായി നാം മരിച്ചു. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Once we were sinners, but now we are new in Christ. നാം പാപസംബന്ധമായി മരിച്ച ക്രിസ്തുവിൽ പുതിയ ഒരു സൃഷ്ടിയായിരിക്കുകയാണ്. We are dead to that sin with Christ. We are dead to sin with Christ. കർത്താവിനോട് കൂടെ നാം പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. No more sinners. നാം പാപികളല്ല. We are new in Christ. We are saints in Christ. നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീർന്നിരിക്കുകയാണ്. That's what we read in the beginning of Colossians also. Apostle Paul writes this letter to the believers of the Colossians, but he is addressing to them as the saints at Colossia. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം അവിടെയുള്ള വിശ്വാസികൾക്ക് കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്നത്. So who or what we are now? നാം എന്തായിരിക്കുന്നു ഇപ്പോൾ? With Christ we are dead to sin and now we are the saints in Christ. ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിൽ വിശുദ്ധന്മാരായിരിക്കുകയാണ്. So that's why we read in chapter 6 of the book of Romans that we should walk in the newness of life. അതുകൊണ്ടാണ് റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായത്തിൽ പുതു സൃഷ്ടിയായിട്ട് നാം ജീവിക്കണം എന്ന് നാം വായിക്കുന്നത്. Not only that we are dead with Christ, and next in verse 1 of that chapter, മാത്രമല്ല 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം മരിക്കുക മാത്രമല്ല, we are raised with Christ. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. So the first verse of chapter 3, if then you are raised with Christ.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So the first one is we are dead with Christ, and the next one is we are raised with Christ. ഒന്നാമതായിട്ട് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, രണ്ടാമതായി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So that's another privilege which we have in Christ. അതാണ് നമുക്ക് ക്രിസ്തുവിലുള്ള ഒരു വലിയൊരു പദവി എന്നുള്ളത്. That word risen or the resurrection can be seen in three aspects in the scripture, mainly in the New Testament. പുതിയ നിയമത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് മൂന്ന് വ്യത്യസ്ത രീതികളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. In Ephesians chapter 2, the first few verses, there we have read or we read like this, that we were dead to sins, from there we are risen with Christ. നാം പാപത്തിൽ മരിച്ച് ദൈവത്തോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. There the word resurrection or the word risen is used for the salvation. ആ ഉയർപ്പ് എന്നുള്ളത് രക്ഷയാണ് അവിടെ കാണിക്കുന്നത്. That word is used in relation to the salvation experience. അത് ആ രക്ഷയുടെ ആ രക്ഷയാണ് അത് ആ വാക്യം. We were dead to sin, but from there we are risen means we are resurrected means we are saved by the Lord Jesus Christ. അതായത് നാം മരിച്ചു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നാം കർത്താവായ യേശു ക്രിസ്തുവിനാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. So that is the one aspect. The word resurrection is used in the scripture. അതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം. In Colossians chapter 2 verse 12, there we have a verse. There the spiritual meaning of the baptism can be seen. ആ സ്നാനത്തിന്റെ അർത്ഥം എന്താണെന്ന് 12-ാം വാക്യം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Buried with him in baptism, in which you also were raised with him through faith in the working of God who raised him from the dead. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. So this is the verse where we have the spiritual meaning of baptism. ആ സ്നാനം എന്നുള്ളതിന്റെ ആത്മീയ അർത്ഥം ഈ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. What is the spiritual meaning of baptism? ആ ആത്മീയ അർത്ഥം എന്താണ്? സ്നാനം എന്നുള്ളതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? When we got saved, we were dead with Christ, and at the time of baptism, in the immersion, we are being buried with Christ. When we come out of the water, there we are raised with Christ. അതായത് ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് സ്നാനം നമ്മെ സൂചിപ്പിക്കുന്നത്. So that word resurrection is used in relation to the baptism also. സ്നാനം ഇവിടെ ഉയർപ്പ് എന്നുള്ള വാക്ക് സ്നാനത്തോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. So another aspect, the literal resurrection. When the Lord comes, all the saints, those who are dead, will be resurrected. മൂന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ അത് നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യമാണ്. So in relation to salvation, the word resurrection is used. In relation to baptism, the word resurrection is used. And in relation to the literal resurrection also, the word resurrection is used in the scripture. ദൈവവചനത്തില് രക്ഷയോടുള്ള ബന്ധത്തിലും സ്നാനത്തോടുള്ള ബന്ധത്തിലും പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഉയർപ്പ് എന്നുള്ള വാക്ക്. So here to the believers, Apostle writes like this: you were raised with Christ. ഇവിടെ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So what's the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? There we can see the first two aspects. അവിടെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. You are saved and baptized, so you are raised with Christ. നിങ്ങൾ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തിരിക്കുന്നു, അത് മുഖാന്തരം നിങ്ങൾ അവരോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So these writings were to the believers, those who are saved and baptized, and now they are the members of the Colossian church. കൊലോസ്യ സഭയിലെ അംഗങ്ങളായിരുന്ന വിശ്വാസികളോടാണ് ഇത് പറയുന്നത്. There he writes like this: you were raised with Christ. നിങ്ങൾ അവരോട് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So that's our privilege. അത് നമ്മുടെ ഒരു പദവിയാണ്. We are dead with Christ. Not only that, we are raised with Christ. നാം ക്രിസ്തുവിനോട് മരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ചെയ്തിരിക്കുന്നു. And the third privilege can be seen in the following verse 3.
മൂന്നാം വാക്യത്തിൽ മൂന്നാമത്തെ നമ്മുടെ പദവിയെ കുറിച്ച് അവിടെ കാണുന്നു. For you died and your life is hidden with Christ in God. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. You are dead with Christ, you are risen with Christ, and now you have the life with Christ, you are living with Christ. നിങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചു, ക്രിസ്തുവിനോട് ഉയർത്തുന്നേറ്റു, ഇപ്പോൾ നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു. We have the life with Christ, we are living with Christ. That is the third position. മൂന്നാമതായിട്ട് നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു. അതാണ് മൂന്നാമത്തെ നമ്മളുടെ പദവി. What kind of life is that? അത് ഏത് രീതിയിലുള്ള ജീവിതമാണ്? That is a spiritual life. അത് നമ്മുടെ ആത്മീയ ജീവിതമാണ്. That's a divine life. അത് നമ്മളുടെ ദൈവിക ജീവിതമാണ്. About that life we see in John's Gospel chapter 3 that we have the eternal life. അത് മൂന്നാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിത്യജീവനം നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. Again in John's Gospel chapter 10 we read like this, we have the life in abundance. ആ 10-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സമൃദ്ധിയായ ജീവൻ എന്ന് അവിടെ കാണുന്നു. So that's the life we have with Christ. അതാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ജീവൻ. Though we die, we will live forever with Christ because we have the divine life. നമുക്ക് ദൈവിക ജീവൻ ഉള്ളതുകൊണ്ട് നാം മരിച്ചാലും എന്നേക്കും ജീവിച്ചിരിക്കും. So that's the third position. We are living with Christ. ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ പദവി. The fourth position also is in verse 3 that our life is hidden with Christ in God. നമ്മളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ വായിക്കുക. Though we are living here, we are hidden in a particular place. Where is that? In God with Christ. നാം ഇവിടെ ജീവിക്കുന്നുവെങ്കിലും നാം ഒരു സ്ഥലത്ത് മറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ മറഞ്ഞിരിക്കുന്നു. Because we are hidden in God with Christ, always through our life God should be revealed because we are hidden in God. ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവത്തെ പ്രതിഫലിപ്പിക്കേണ്ടവരാണ്. So that is the fourth privilege or the position we have in Christ. ക്രിസ്തുവിൽ നമുക്കുള്ള നാലാമത്തെ പദവിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And the last or the fifth one is in verse 4. നാലാമത്തേത് അഞ്ചാമത്തെ കാര്യം 4-ാം വാക്യത്തിൽ, Then you also will appear with him in glory when Christ will appear. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. So that's our future. When Christ will appear, we also will appear with him in glory. അത് നമ്മുടെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവരോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. We are going to be glorified with Christ. ക്രിസ്തുവിനോട് കൂടെ മഹത്വീകരിക്കപ്പെടുവാൻ, തേജസ്സിലാകുവാൻ പോവുകയാണ്. These are some of the privileges, mainly 5 positions of the spiritual privileges we are enjoying with Christ. ക്രിസ്തുവിനോട് കൂടെ നാം അനുഭവിക്കുന്ന, നാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി അനുഭവിക്കുന്ന 5 പദവികളാണ് നാം കണ്ടത്. We are dead with Christ. ക്രിസ്തുവിനോട് മരിച്ചവരാണ്. We are risen with Christ. അവരോട് ഉയർന്നേറ്റു. We are living with Christ. അവരോട് ജീവിക്കുന്നു. We are hidden with Christ in God. ക്രിസ്തുവിൽ അവരോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. We are going to be glorified with Christ. ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നു. If we analyze these 5 privileges, we can see that these 5 privileges are related to the whole Christian life. പുതിയ ക്രിസ്തീയ ജീവിതവുമായിട്ട് ആകെ ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്. We are dead with Christ and we are risen with Christ. That's related to our past experience. നാം മരിച്ചു ഉയർത്തുന്നേറ്റു എന്നുള്ളത് നമ്മുടെ പഴയകാല ജീവിതത്തെയാണ് കാണിക്കുന്നത്. And now we are living with Christ and we are hidden with Christ in God. That's our present situation. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുന്നേറ്റ് ക്രിസ്തുവിനോട് ജീവിക്കുന്നു, അവരോടുകൂടെ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതമാണ്. We are living and hidden with Christ in God. These 2 are the present privilege or the position. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനോട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയാണ്. And what is our future? നമ്മുടെ ഭാവി എന്താണ്? In future we are going to be glorified with Christ. ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്സിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. So here in this particular passage we have our past, our present and the future. ഈ ഭാഗത്ത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതം, നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതകാലം, നമ്മുടെ വർത്തമാനകാലം, നമ്മുടെ ഭാവി കാലം, ഇത് മൂന്നുമുണ്ട്. All these 3, our past, present and the future, are centered around a person. That's our Lord Jesus Christ. നമ്മളുടെ കഴിഞ്ഞ കാലം, ഇന്നത്തെ ജീവിതം, വരുന്ന ജീവിതം, ഇതെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. We are dead with Christ.
നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരാണ്. We are risen with Christ. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. We are living with Christ. നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു. We are hidden in God with Christ. നാം ദൈവത്തിൽ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. We are going to be glorified with Christ. നാം ക്രിസ്തുവിനോട് കൂടെ മഹത്വീകരിക്കപ്പെടുന്നു. So the whole Christian life and all the positions, all the blessings we are enjoying is centered around a person, that is the Lord Jesus നമ്മുടെ Christ. ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Our Christian life, without Christ there is no faith life. Without Christ there is no Christian life. അതിന്റെ അർത്ഥം ഇതാണ്, യേശു ക്രിസ്തു ഇല്ലാതെ ഒരു വിശ്വാസ ജീവിതമില്ല, യേശു ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. Without Christ there is no past. Without Christ there is no present. Without Christ there is no future. കർത്താവില്ലാതെ ഒരു കഴിഞ്ഞ ഭൂതകാലമില്ല, കർത്താവില്ലാതെ ഒരു വർത്തമാനകാലമില്ല, കർത്താവില്ലാതെ ഒരു ഭാവികാലമില്ല. So I would like to say like this: without Christ there is no existence to a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഇല്ലാതെ അവന് ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയട്ടെ. So all these privileges are based on the Lord Jesus Christ. ഈ എല്ലാ പദവികളും കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ആയിരിക്കുന്നത്. In Christ, with Christ, we read that phrase repeatedly in this passage. ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള വാക്യ ശകലങ്ങൾ നാം ഇത് തുടർന്ന് വായിക്കുന്നുണ്ട്. These are the positions given by the Lord to us. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില പദവികളാണ്. Only because we accepted Jesus as the Savior. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷകനായിട്ട് അംഗീകരിച്ചു എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രമാണ്. Because of that, the Lord has given all these blessings to us. അത് ഒറ്റ കാരണം കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. Because we are enjoying all these privileges in Christ, what's our responsibility? ഇതെല്ലാ പദവികളും നാം ക്രിസ്തുവിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? All these we are enjoying because of Christ. ഇതെല്ലാം നാം അനുഭവിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. Because of that we have the responsibility towards Christ. അതുകൊണ്ട് മാത്രം ദൈവത്തോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. What's our responsibility? എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? See that verse 2. രണ്ടാം വാക്യം. Verse 1 and 2. ഒന്നും രണ്ടും. If then you are raised with Christ, the first one, see those things which are above. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. And the second one, set your mind on the things which are above. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. So these are two responsibilities given there. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. The first one is, ഒന്നാമത്തേത്, see the things which are above. ഉയരത്തിലുള്ളത് ചിന്തിപ്പിക്കും, അന്വേഷിപ്പിക്കും. The second one is, set your minds on the things which are above. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. So these are the two responsibilities. ഇത് രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. So see the things which are above, set your mind on the things which are above. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. So what is there in the above? Or who is there? എന്താണ് ഉയരത്തിലുള്ളത്? That also is written there. അത് അവിടെ എഴുതിയിട്ടുണ്ട്. Seek the things which are above, where Christ is seated at the right hand of God. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Seek the things which are above, where Christ is seated at the right hand of God. പിതാവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടത്തെ ആ കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. So if we seek the things of the above, who is there? ഉയരത്തിലുള്ള കാര്യം നാം അന്വേഷിക്കുന്നതെങ്കിൽ അവിടെ ആരാണുള്ളത്? Christ is there for us. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി അവിടെ ഉള്ളത്. If we set our minds on the things which are above, what is there or who is there? നാം ഉയരത്തിലുള്ള കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വെച്ചിരിക്കുന്നുവെങ്കിൽ, ചിന്തിക്കുന്നുവെങ്കിൽ എന്താണ് അവിടെ ഉള്ളത്? Christ is there for us. ക്രിസ്തു മാത്രമാണ് നമുക്ക് And Christ is seated at the right hand of God. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. So what does that mean? അതിന്റെ അർത്ഥം എന്താണ്? He came to the world for us and he accomplished a mission which was given by God the Father. അവൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നു. കർത്താവ് വലിയവനായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ നിവർത്തിച്ചു. And through his sacrificial death he redeemed us. He has given us the salvation. തന്റെ ക്രൂശുമരണം മുഖാന്തരം അവൻ നമുക്ക് രക്ഷയെ നൽകി തന്നു. And after accomplishing that mission, he died, he was buried, he was resurrected, ascended,
and now he is sitting at the right hand of God the Father. ആ ശുശ്രൂഷ നിവർത്തിച്ചതിന് ശേഷം താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്നേറ്റു, ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. Not only here in the book of Hebrews, repeatedly it says that now he is sitting at the right hand of God the Father. എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട് താൻ ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായിട്ട് വായിക്കുന്നു. He is sitting at the right hand of God. That means he has already accomplished the mission which was given to him. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ താൻ പരിപൂർണമായി നിവർത്തിച്ചതിന് ശേഷം ദൈവത്തിന്റെ വലതുഭാഗത്ത് താൻ ഇരിക്കുകയാണ്. He has already prepared the way for the salvation to the whole human being, and now he is sitting at the right hand of God. അതായത് മാനവജാതിക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യം താൻ നിവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ താൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. If we see the things of the above, then we can see him, the one who has accomplished that mission. And now he is sitting at the right hand of God. ഉയരത്തിലുള്ളത് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, അതായത് തന്റെ രക്ഷാദൗത്യം നിവർത്തിച്ചതിന് ശേഷം പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ. We have already seen that we are enjoying some of the spiritual blessings with Christ. ക്രിസ്തുവിനോട് കൂടെ ചില ആത്മീയ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നു നാം കണ്ടു കഴിഞ്ഞു. Because of those spiritual blessings which we are enjoying with Christ, our responsibility towards Christ. Two things we have seen from this passage. നാം അത് അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ക്രിസ്തുവിനോടുള്ള ഉത്തരവാദിത്തത്തിന്റെ രണ്ട് കാര്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. The first one is seek the things which are above. ഒന്നാമത് നാം കണ്ടത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. And the second one is thinking always or set the mind on the things which are above. രണ്ടാമത് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. So what's the idea behind that? എന്താണ് അതിന്റെ അർത്ഥം? That means though we are living here, always give priority to the things which are related to Christ. നാം ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിലും ഉയരത്തിലുള്ള കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. Always give priority to the spiritual matters. ആത്മീയ കാര്യത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. I would like to say like this: always give priority to the things which are related to Christ. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. What are the things which are related to Christ? എന്താണ് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? The church activities, that is the one which is related to Christ. സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. All the spiritual relationships, that is the other one which is related to Christ. മറ്റുള്ള ആത്മീയപരമായ കാര്യങ്ങളെല്ലാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. And the gospel work, that also is the ministry which is related to Christ. സുവിശേഷ പ്രവർത്തനം എന്നുള്ളതും ക്രിസ്തു കർത്താവ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യം. Because of all these blessings which we are enjoying with Christ, our responsibility is to give priority to the things which are related to Christ. ഈ അനുഗ്രഹങ്ങളൊക്കെയും ദൈവം നമുക്ക് തന്നതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. So we will look to the first one: seek the things which are above. ഒന്നാമതായിട്ട് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. So when we read that verse, there a question will come to our mind from the book of John. John's Gospel, chapter 1, verse 38. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ chapter 1, verse 38. 38-ാം വാക്യത്തിൽ നിന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. There we can see a question asked by our Lord Jesus Christ. 1:38-ാം വാക്യത്തിൽ യേശു ചോദിച്ച ഒരു ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then Jesus turned and seeing them following said to them, "What do you seek?" യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. So you know the context of that question. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. Jesus was walking through a road. He was alone. That was the beginning time of his public ministry. താന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് താൻ തനിയെ റോഡിൽ കൂടി നടക്കുകയായിരുന്നു. With him there was no disciples at all. He was alone walking through that road. താൻ തനിയെ ശിഷ്യന്മാരൊന്നുമില്ലാതെ താൻ നടക്കുന്നു. Then like John the Baptist preached about Jesus Christ. Behold, the Lamb of God who takes away the sins of the whole world. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. One day he preached about the Lord. അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. Again on the next day he preached about the Lord. രണ്ടാമത് വീണ്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ പ്രസംഗിച്ചു. On that second day, two of his disciples, two of John's disciples, took a decision to leave him and to follow Christ. രണ്ടാമത്തെ ദിവസം യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ പിന്തുടരുവാനുള്ള തീരുമാനമെടുത്തു. They were the first two people
began to follow Jesus. അവരായിരുന്നു ആദ്യമായി ക്രിസ്തുവിനെ പിന്തുടരാൻ തീരുമാനമെടുത്ത രണ്ട് ശിഷ്യന്മാർ. Till then, nobody were there as the disciples of Jesus. അതുവരെ ആരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നില്ല. The first two people, when they came to the Lord, what the Lord did? ആ രണ്ടുപേര് യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? You know who were those two people? അതാരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ. One was Andrew. ഒന്ന് അന്ത്രയോസ്. The name is given there. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the other one, his name is not given there. He is Apostle John, the author of this John's Gospel. രണ്ടാമത്തെ പേര് അവിടെ പറയുന്നില്ലെങ്കിലും അത് യോഹന്നാൻ തന്നെയാണ്, ഇത് എഴുതിയ യോഹന്നാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So these two were Andrew and John. ഇവർ രണ്ടുപേരും അന്ത്രയോസും യോഹന്നാനുമായിരുന്നു. They were the first two came to follow Jesus. അവർ രണ്ടുപേരായിരുന്നു യേശുവിനെ ആദ്യമായിട്ട് പിന്തുടർന്ന ശിഷ്യന്മാർ. So when they began to follow Jesus, what he did? അവൻ യേശുവിനെ പിന്തുടരുവാൻ ആരംഭിച്ചപ്പോൾ എന്താണ് അവൻ ചെയ്തത്? He turned back. അവൻ തിരിഞ്ഞു നോക്കി. And saw them or looked unto them. അവരെ നോക്കി. And asked a question to them. അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. What do you seek? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? The question mark is there. അവിടെ ചോദ്യം ചിഹ്നമുണ്ട്. That was a question asked by the Lord Jesus. യേശുക്രിസ്തു ചോദിച്ച ചോദ്യമാണത്. The first two disciples, the very first two disciples who decided to follow Jesus, to them the Lord asked this question: what you are seeking in following me? യേശുക്രിസ്തുവിനെ പിന്തുടരാനായിട്ട് ആദ്യമായി ഇറങ്ങിത്തിരിച്ച രണ്ട് ശിഷ്യന്മാരോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരിയുന്നു, നിങ്ങൾ എന്താണ് തിരിയുന്നത്? Why Jesus asked this question to them? എന്തുകൊണ്ടാണ് കർത്താവ് ഇത് ചോദിച്ചത്? Now we have the answer. അതിന്റെ മറുപടി നമുക്ക് ഇപ്പോഴുണ്ട്. Now in the book of Colossians, Apostle Paul has given the answer. അതിന്റെ മറുപടി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ തരുന്നു. What we should seek? എന്താണ് നാം അന്വേഷിക്കേണ്ടത്? We should seek the things which are above. ഉയരത്തിലുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. But when he asked this question, why the Lord asked that question to the first disciples? എന്തുകൊണ്ടാണ് ദൈവം ആദ്യത്തെ ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിച്ചത്? Why? എന്തുകൊണ്ട്? Because he had to know whether they are following him by accepting him as the Savior. ആ യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചുകൊണ്ടാണോ അവർ പിന്തുടരുന്നത് എന്ന് കർത്താവിന് ആ ചോദ്യത്തിലുണ്ട്. We know that John the Baptist, these two were the disciples of John the Baptist. ഇവർ രണ്ടുപേരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. John the Baptist was a great leader. ആ യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നേതാവായിരുന്നു. These two and the disciples of those that leader John the Baptist. സ്നാപക യോഹന്നാന്റെ ആ ശിഷ്യന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. Then why they left that leader John the Baptist? എന്തുകൊണ്ടാണ് അവർ ആ നേതാവിനെ വിട്ടതിന് ശേഷം വിടുവാനിടയായത്? Because they heard a message from that leader John that this one Jesus is the one who is going to give his life for the sinners. ഈ വരുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നത് എന്നുള്ള ആ വാർത്ത യോഹന്നാൻ സ്നാപകനിൽ നിന്ന് തന്നെ ശിഷ്യന്മാർക്ക് കേൾക്കുന്നു. Then these two people could understand one thing. ആ രണ്ടുപേരും ഇങ്ങനെ പറയാമായിരുന്നു. John, he's a good leader. He's a good leader, John the Baptist. ഈ യോഹന്നാൻ സ്നാപകൻ നല്ലൊരു നേതാവാണ്. But he cannot save us from our sins. അതായത് അവന് ഞങ്ങളെ രക്ഷിക്കുവാൻ സാധ്യമല്ല. That can be done by this person, Lord Jesus. അത് യേശുക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുള്ളൂ. So what we will do? We are going to leave John and we will follow this person. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? യോഹന്നാനെ വിട്ടതിന് ശേഷം യേശുവിനെ പിന്തുടരുക എന്നുള്ളതാണ്. Jesus had to know that. അത് യേശുവിന് അറിയണമായിരുന്നു. So he asked that question. What do you seek? എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? Why the Lord asked this question to the very first disciples? ആ രണ്ട് ശിഷ്യന്മാരോട് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചോദിച്ചത്? Even today the Lord asks that question to each and every one of us. ഈ എല്ലാവരോടും ഇന്നും ദൈവം അതാണ് ചോദിക്കുന്നത്. We also are following the Lord Jesus. നാം ഓരോരുത്തരും കർത്താവിനെ പിന്തുടരുന്നവരാണ്. We are known as the believers of Christ. നാം ക്രിസ്തുവിലെ വിശ്വാസികൾ എന്നാണ് We also are known as the Christians. നാമും ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത്. Why we follow Jesus? What's our aim? What we are seeking? എന്തുകൊണ്ടാണ് നാം യേശുവിനെ പിന്തുടരുന്നത്? എന്താണ് നാം അന്വേഷിക്കുന്നത്? Why Jesus asked that question? എന്താണ് ദൈവം ആ ചോദിച്ചത്? We know later many followed Jesus as the disciples. അതിനുശേഷം അനേകർ ശിഷ്യന്മാരായിട്ട് യേശുക്രിസ്തുവിനെ പിന്തുടർന്നതായിട്ട് നാം വായിക്കുന്നു. When Jesus fed 5,000 with 5 loaves and 2 fishes, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശുക്രിസ്തു പോഷിപ്പിച്ചപ്പോൾ after that many people followed Jesus. അതിനുശേഷം അനേക പുരുഷാരും തന്നെ പിന്തുടർന്നു. But in John's Gospel chapter 6 we read like this. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. After feeding those people, Jesus began to
teach them some spiritual lessons. അതിനുശേഷം താൻ ചില ആത്മീയ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. He said to them like this, അവരോട് ഇങ്ങനെ പറഞ്ഞു, you are following me because I have given you the food. ഞാൻ നിങ്ങൾക്ക് ആഹാരം തന്നുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ പിന്തുടരുന്നത്. I have given manna to your fathers also. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ മന്ന കൊടുത്തു. But those who ate that manna again they felt the hunger. ആ മന്ന കഴിച്ചവർക്ക് വീണ്ടും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വിശപ്പുണ്ടായി, പിന്നീട് വിശന്നു. If you have eaten this bread again you will feel the hungry. നിങ്ങൾ ഈ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ വിശക്കും. But I will give you another food. ഞാൻ നിങ്ങൾക്ക് ഒരു ആഹാരം തരാം. If you eat that food, then you will not feel hungry again. നിങ്ങൾ ആ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശക്കുകയില്ല. What is that food? എന്താ ആഹാരം? Jesus said to them, I am that bread of life. ഞാനാണ് ജീവന്റെ അപ്പം. When those people heard this, അത് കേട്ട ആളുകൾ they could not understand that. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ They സാധിക്കും. murmured in between them like this. അവർ തമ്മിൽ ഇങ്ങനെ പുരോഗമിച്ചു. What kind of hard words this person is telling? എത്ര കഠിനമായ വാക്കുകളാണ് ഈ മനുഷ്യൻ പറയുന്നത്. They cannot understand that. അത് അവർക്ക് മനസ്സിലായില്ല. Then in John's Gospel chapter 6, we read like this. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Many of them began to leave him. പലരും തന്നെ വിട്ടുപോയി എന്ന് നാം വായിക്കുന്നു. So why they followed him? എന്തുകൊണ്ടാണ് അവർ പിന്തുടർന്നത്? Only because of food. ആഹാരത്തിന് വേണ്ടി മാത്രം. They thought like this, if we follow him, our food problem will be solved always. അവനെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര കാര്യത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. So they could not follow him, they left him. തുടർന്ന് യേശുവിനെ പിന്തുടരാതെ അവരെ വിട്ടതിന് ശേഷം And again, when he performed various miracles, healed the sick people, raised the dead people, many followed Jesus. അതിനുശേഷം യേശുക്രിസ്തു അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തപ്പോൾ, രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ അനേകർ അവനെ പിന്തുടർന്നു. What was their desire to follow Jesus? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? What they were seeking in following Jesus? അവർ എന്താണ് അന്വേഷിച്ചത്? യേശുക്രിസ്തുവിനെ പിന്തുടർന്നു. Only the healing. If we follow him, our sickness will be always solved. അവനെ പിന്തുടർന്നെങ്കിൽ ഞങ്ങളുടെ രോഗത്തിന് പരിഹാരം ഉണ്ടാവും. So many people follow him just for the healing. പല ആളുകളും ക്രിസ്തുവിനെ പിന്തുടരുന്ന രോഗശാന്തിക്ക് വേണ്ടിയാണ്. Even the one of the 12, Judas, what was his purpose in following Jesus? യേശുക്രിസ്തു ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരുവനായ യൂദാസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? Money. പണമായി. So many followed Jesus just for the food, many followed Jesus just for the healing, many followed Jesus just for making money. ആഹാരത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി അനേകർ ക്രിസ്തുവിനെ പിന്തുടർന്നു. Seeing all those things, even to the first disciples, the Lord asked this question, what do you seek? ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ശിഷ്യന്മാരോട് തന്നെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരയുന്നത്? Is it for food or for the healing or for the money? നിങ്ങൾ ആഹാരമാണോ അതോ രോഗശാന്തിയാണോ അതോ പണമാണോ? We know about this person John. നമുക്കറിയാം, ഈ യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം. John and Andrew, they were the two people following Jesus that time. യേശുവിനെ പിന്തുടർന്ന ആദ്യത്തെ ശിഷ്യന്മാരിൽ 2 പേരായിരുന്നു യോഹന്നാനും അന്ത്രേയാസും. I think like this, when the Lord asked this question, Lord pointed his fingers to John. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ചോദ്യം ചോദിച്ചപ്പോൾ യേശുക്രിസ്തു തന്റെ വിരൽ ചൂണ്ടിയത് യോഹന്നാന്റെ മേലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. It's not written that, that's my imagination. അത് എന്റെ ഒരു ഭാവനയാണ്, അങ്ങനെ എഴുതിയിട്ടില്ല. Why I imagine like that? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്? Later, after few months or after 2-3 years, once John and his brother James came to the Lord. ചില വർഷങ്ങൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം യോഹന്നാനും his brother James also came to the Lord. യോഹന്നാനും അതുപോലെ യാക്കോബും തന്റെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ, and then they made a request to the Lord Jesus. യേശുക്രിസ്തുവിനോട് ഇങ്ങനെ ഒരു അപേക്ഷ കഴിച്ചു. You know what is that? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? He said to the Lord like this, ഇങ്ങനെ പറഞ്ഞു, Master, when you come in the glory, the right side seat to me and the left side seat to my brother. ഞങ്ങൾ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ ഒരു വശത്ത് വലതുവശത്ത് ഞാനും മറ്റേ സൈഡില് എന്റെ സഹോദരനും ഇരിക്കാനുള്ള അവസരം കൊടുക്കണം. So what does that mean? അതിന്റെ അർത്ഥം എന്താണ്? Now we 12 are following you. ഞങ്ങൾ 12 പേര് നിന്നെ പിന്തുടരുകയാണ്. But when you come in the glory, നീ മഹത്വം പ്രാപിച്ചു വരുമ്പോൾ the right side and the left side seat should be given to us, and the rest 10 should be seated in the
maybe in the floor. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടതും വലതും തരണം, ബാക്കിയുള്ള 10 പേരും പുറകിലിരുന്നോട്ടെ. So the position, the seat, the chair, John was seeking that. യോഹന്നാന് സ്ഥാനം അല്ലെങ്കിൽ കസേര ആയിരുന്നു ആഗ്രഹിച്ചത്. See that very beginning when John came to the Lord asked this question, John, what do you seek in following me? യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ വേണ്ടി യോഹന്നാൻ വന്നപ്പോൾ യോഹന്നാനോട് ചോദിക്കുകയാണ്, യോഹന്നാനെ നീ എന്താണ് തിരയുന്നത്? So what's our aim? എന്താണ് നമ്മുടെ ഉദ്ദേശം? While we are following the Lord, while we are doing various kinds of ministries, while we are doing some leadership ministries in the church, what we seek, what's our aim behind that? നാം കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നത്, സഭാ ശുശ്രൂഷയിലായിരിക്കുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? Now we have the answer in the book of Colossians. കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ ഉത്തരവുണ്ട്. Lord, we seek you and you alone. കർത്താവേ, ഞങ്ങൾ നിന്നെ മാത്രമാണ് അന്വേഷിക്കുന്നത്, നിന്നെ മാത്രം. Seek the things which are above, where Christ is seated at the right hand of God. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ ക്രിസ്തു ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീൻ. In order to seek the things which are related to Christ, what we should do? We have to set our mind on the things which are related to Christ. ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുമ്പോൾ നാം ചെയ്യേണ്ടതാണ് എന്താണ്? നമ്മുടെ ഹൃദയം നാം ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ള കാര്യമായിരിക്കണം. So in order to see, first we have to set the mindset should be on the spiritual matters. അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ചിന്ത എപ്പോഴും ആത്മീയ കാര്യത്തെ കേന്ദ്രീകരിച്ചിരിക്കണം. I would like to bring out from the scripture one example, the one who always sought the things above. ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയട്ടെ. We know the history of Stephen. സ്തെഫാനോസിനെ കുറിച്ച് നമുക്കറിയാം. In the book of Acts, we see or we read the history of that person. He is known as the first martyr of the New Testament church. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്ന സ്തെഫാനോസ്. While he was stoning, the stones were coming unto him. What he did? തനിക്ക് നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞപ്പോൾ താൻ എന്താണ് ചെയ്തത്? They know what he did. അവൻ എന്ത് ചെയ്തു എന്ന് നാം അവിടെ വായിക്കും. He looked above. അവൻ ഉയരത്തിലേക്ക് നോക്കി. When he looked up, അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ what he could see? അവൻ എന്താണ് കണ്ടത്? He could see the heaven open as the Son of Man is standing at the right hand of God. സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രനും അവിടെ നിൽക്കുന്നതായിട്ടും താൻ കണ്ടു. Oh, he was stoning. The enemies were stoning at him. He was in the midst of severe pain and severe sufferings. Then he did not look around. He did not look anybody else for any help from the human beings. He looked up. When he looked up, what he could see, he proclaimed like this. That also is written there. Oh, the heaven is open, and the Son of Man is what he is doing there. Can anybody say? He is standing at the right hand of God. Actually, what the Son of Man is doing there now? What he is doing, standing or sitting? I have already told you in the book of Hebrews many times it is repeatedly said that now Christ is seated on the right hand of God. Here also in Colossians chapter 3 verses 1 and 2, where Christ is sitting at the right hand of God. But when Stephen looked above, what he is doing? He was not sitting there. He was sitting there, that is true. But in the midst of this severe pain and the problems, without looking anywhere, my son Stephen is looking at me. He could not sit there. He stood there. For whom? For Stephen. Next, I imagine like this.
he gave his hand to Stephen, സ്തെഫാനോസിന് തന്റെ കൈകളെ കൊടുത്തു, took him to his presence. അവന്റെ ആ കൈകളെ നീട്ടി അവന്റെ സന്നിധിയിലേക്ക് അവനെ ചേർത്തു. That is what of the Lord. അതാണ് നമ്മുടെ കർത്താവ്. When we look always up, there our Lord Jesus is ready to stand for us. അതേ, നാം എപ്പോഴും ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ കാര്യത്തിന് വേണ്ടി അവൻ എഴുന്നേറ്റ് Not only to stand for us, in order to care, in order to give all to us, in order to comfort us, in order to provide all our needs. Our Lord now there is sitting at the right hand of God, and he is willing to do anything for us. അവൻ നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ സഹായിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ ഉയരത്തിൽ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുകയാണ്. What we should do? നാം എന്താണ് ചെയ്യുന്നത്? Always seek the things which are above. ഉയരത്തിലുള്ളത് നാം നോക്കുക. You know, another history in the Bible. മറ്റൊരു കാര്യം നമുക്ക് ബൈബിളിൽ കാണാൻ When സാധിക്കും. Jesus was born as a babe, യേശുക്രിസ്തു ഒരു ശിശുവായിരുന്നപ്പോൾ then some wise men came from far to see that child. കർത്താവിനെ, ആ ശിശുവിനെ കാണാൻ വേണ്ടി വിദ്വാൻമാർ അകലെന്ന് വന്നു, ദൂരം വന്നു. And from a faraway place, I think when we study that portion, we can understand that almost two years they took to come to Jerusalem. ജെറുസലേമിലേക്ക് വരുവാൻ 2 വർഷം അവർ യാത്ര ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. On their journey of those 2 years, always where they were looking. ആ 2 വർഷം അവര് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട്, അവരെവിടെയൊക്കെയായിരുന്നു നോക്കിക്കൊണ്ട്. I used to say like this, they also had the GPS. അവരും GPS ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറയും. But that GPS was set on the high in heaven. അവര് സ്വർഗത്തിലായിരുന്നു അവരുടെ GPS. Always they were looking up. അവരെപ്പോഴും മുകളിലേക്ക് നോക്കിയായിരുന്നു. And when they saw that star moving, they also will follow that star. അവര് ആ നക്ഷത്രം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ നക്ഷത്രത്തോട് കൂടെ അവരും നീങ്ങിക്കൊണ്ടിരുന്നു. By looking or seeking above, they followed and they reached to Jerusalem. ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്തു. അവസാനം അവർ യെരുശലേമിലെത്തി. When they reached Jerusalem, what they did? അവരവിടെ ചെന്നപ്പോൾ അവർ എന്ത് ചെയ്തു? A thought came to their minds. അവരുടെ ചിന്തയിലേക്ക് ഇപ്രകാരം ഒരു ചിന്ത അവരുടെ മനസ്സിൽ, We came to see a babe who is born as a king of the Jews. യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ഒരു ശിശുവിനെയാണ് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. If so, where we should go? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എവിടെ പോകണം? They left that star. അത് ആ നക്ഷത്രത്തിന്റെ പിന്നാലെ. No, they left that star. ആ നക്ഷത്രത്തെ അവർ വിട്ടു. They looked around. Where is the palace? ചുറ്റുപാട് നോക്കി എവിടെയാണ് കൊട്ടാരം എന്ന് അവർ ചിന്തിച്ചു. And they found out the palace. അവര് അവിടെ ഒരു കൊട്ടാരം കണ്ടു. And they reached into that palace. അവര് കൊട്ടാരത്തിലെത്തി. We know the history. I'm not going to explain that full, but we know the history. നമുക്ക് വായിക്കണ്ട, നമുക്ക് അതിന്റെ ചരിത്രം അറിയാം. Because they came to that palace and inquired about that baby. അവര് കൊട്ടാരത്തിൽ ചെന്ന് ആ ശിശുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. What that king did later. അതിനുശേഷം ആ രാജാവ് എന്താണ് ചെയ്തത്? He knew a baby is known as a king, so we have to find out that baby and we need to kill that baby. ഒരു രാജാവായിട്ട് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിനെ കുറിച്ച് മനസ്സിലാക്കണം, ആ ശിശുവിനെ കൊല്ലണം. So what they did, we know from the Bible, what the king and the soldiers did. എന്താണ് ആ രാജാവും പടയാളികളും ചെയ്തത്? All the babes of 2 years were killed by the soldiers. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ശിശുക്കളെയും അവിടെ കൊന്നുകളയാനിടയായി. Why? എന്തുകൊണ്ട്? These wise men for 2 years traveled always looking up, but when they came to Jerusalem, they left that star and looked around and went to that palace. Because of that, it affected them. Not only that, it affected the next generation also. 2 വർഷം അവർ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തു. എന്നാൽ അവർ യെരുശലേമിൽ വന്നപ്പോൾ അവർ നക്ഷത്രത്തെ വിട്ടതിന് ശേഷം അവര് ആ കൊട്ടാരത്തെ നോക്കുവാനായിട്ടിടയായി. അത് മുഖാന്തരം അവരവിടെ ചെന്ന മുഖാന്തരം അവരുടെ വരുന്ന ഒരു തലമുറയ്ക്ക് പോലും അത് നാശത്തിന് കാരണമായി. Because they lost their spiritual vision. It affected the next generation also. അവരുടെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത് മുഖാന്തരം അടുത്ത തലമുറയ്ക്ക് പോലും അത് മോശമായി തീരും. It's a warning to us also. നമുക്ക് അതിന് മുന്നറിയിപ്പാണ്. What the Bible says here.
എന്താണ് ബൈബിളിലൂടെ പറയുന്നത്? Jesus asked the question to the first disciples. യേശുക്രിസ്തു തന്റെ ആദ്യത്തെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, What do you seek? നിങ്ങൾ എന്താണ് The അന്വേഷിക്കുന്നത്? answer we have in the book of Colossians. ലേഖനത്തിൽ നാം അത് കാണുന്നു. Always seek the things which are above. ഉയരത്തിലുള്ളത് തന്നെ. If we seek the things which are above, there Christ is sitting for us. ക്രിസ്തുവിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുന്ന ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുന്നുവെങ്കിൽ, Though he is sitting there, if we seek him, he is willing to stand and help us. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി നിൽക്കുവാൻ എഴുന്നേറ്റ് നിന്ന് നമ്മെ Let's സഹായിക്കും. always look above. നാം എപ്പോഴും ഉയരത്തിലേക്ക് നോക്കാൻ ഇടയാകട്ടെ. Even in the midst of storming or severe problems or the difficulties or the pains, there is our Lord living for us. വേദനയുടെയും പ്രയാസത്തിന്റെയും കല്ലേറുകളുടെയും മധ്യത്തിൽ അതേ നമുക്ക് വേണ്ടി അവൻ ഉയരത്തിൽ നിൽക്കുകയാണ്. We have the example of Stephen. അതിന് നമുക്ക് സ്തെഫാനോസിന്റെ അനുഭവമുണ്ട്. We have the one of those wise men. യേശുവിനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാരുടെ അനുഭവം നമുക്കുണ്ട്. So we have to give that answer. ആ മറുപടി നാം കൊടുക്കണം. Let's say like this. ഇങ്ങനെ പറയാം, Lord, കർത്താവേ, I always seek you and you alone. ഞാൻ നിന്നെ മാത്രം അന്വേഷിക്കും. By seeking you, that's my desire and my purpose in my ministry, in my Christian life. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം അങ്ങേ അന്വേഷിക്കുക മാത്രമാണ്. Let's give that answer to our Lord. നമ്മുടെ കർത്താവിന് മറുപടി നമുക്ക് കൊടുക്കാം. May the name of the Lord be glorified.